ഞങ്ങളിതാ ഒന്ന് മഞ്ചേരിക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ നീനുട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പാവം ഒന്നും അറിയാത്തുള്ള ഇരിപ്പാണ്. പോകുന്ന വഴിക്ക് അവർക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കാരണം അവൾ നാളെ പോവുകയാണല്ലോ. അപ്പോൾ പോകുമ്പോൾ കുറച്ച് ക്രീം, പിന്നെ ഷാമ്പു ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും ഇതാ പോവുകയാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇരുട്ടായതുകൊണ്ട് കാറിൻ്റെ ഉള്ളിലുള്ള വീഡിയോകളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നേരെ ഞങ്ങൾ മഞ്ചേരിയിലെത്തി. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോൾ. അപ്പോൾ അവിടെ 2 ദിവസമായി മക്കളൊക്കെ വന്നിട്ട് എനിക്ക് അവളൊപ്പം നിൽക്കാൻ വരാനൊന്നും തിരക്കോടും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. ഞാൻ നീനുവിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിയാണല്ലോ. അങ്ങനെ വന്ന പാടെ ഞങ്ങൾ കിച്ചണിലേക്ക് ഓടി. അവിടെ നല്ല ചിക്കൻ വറുക്കുന്ന ബിരിയാണിയുടെയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു കേക്ക് ഞാൻ നാനോടൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് അവിടെ ഫ്രിഡ്ജിൽ കാണാതെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണും മൂക്കൊക്കെ കാട്ടിയുള്ള സംസാരം കണ്ടപ്പോൾ തന്നെ നീനുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അതുപോലെ ഇമ്മാൻ്റെ ബിരിയാണി അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കൂടെ കഴിച്ചു. ഇപ്പോൾ അംഗസംഖ്യകളൊക്കെ കൂടിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ സമയം ഒരേ ടേബിളിൽ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. കുറേ സോഫയിൽ ഇരുന്നിട്ടും കുറേ നിലത്തിരുന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ലോങ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ